ഒരു 40 വർഷം മുമ്പ്, എനിക്കിപ്പോൾ 55 വയസ്സായി, 40 വർഷം മുമ്പ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹമായിട്ട് ഞാൻ ഒരു പത്രപരസ്യം കണ്ടിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, വരാൻ പറഞ്ഞു. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാണ്ടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് അന്ന് 40 വർഷം മുമ്പ് പിന്നെ അതിൻ്റെ ഒരു ഭാഗമാവാൻ എന്നോട് പറഞ്ഞു. സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് 350 രൂപ കൊടുക്കണം. അന്ന് 350 രൂപ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗമായാൽ നിങ്ങൾക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി. എൻ്റെ ആഗ്രഹം ഞാൻ മടക്കി ചുരുട്ടി മനസ്സിലാക്കി അതങ്ങനെ വെച്ചു. പിന്നീട് ഞാൻ എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയും പിന്നെ ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാനത് പുറത്തെടുത്തു. ഞാനിതിൻ്റെ കൂടെ കൂടി വളരെ ഭംഗിയായ രീതിയിൽ ഈ സാധനം ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിച്ചു എന്ന് തന്നെ പറയാം. അത് എത്രത്തോളം ആയി എന്നുള്ളത് പിന്നെ പറയേണ്ട പ്രേക്ഷകരാണ്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പം 40 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും ഡ്രീം നമ്മുടെ ഉണ്ട്. അത് വളരെ ഒരു എന്താ പറയാ, ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പൊ സിനിമയിലേക്കുള്ള കടന്നുവരവ് അപ്രതീക്ഷിതമായിരുന്നത് പ്രതീക്ഷിതമാണ്. ഈ വരവ് അപ്രതീക്ഷിതമാണ്. അഭിനയത്തിലേക്കൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു നേരത്തെ. ഈ സിനിമയിൽ ഇപ്പൊ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അത് ഒരു പാഷന്റെ പുറത്താണോ അതോ നമുക്ക് പൈസ, പ്രൊഡ്യൂസറും കൂടിയാണ്, അപ്പൊ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് ആഗ്രഹം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ, ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആളുകൾ മുഴുവൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സിനിമ എടുത്ത ആളുകളാണ്. സിനിമയിൽ അഭിനയിക്കാൻ സിനിമ മോഹികളുടെ ഒരു സിനിമ തന്നെയാണ്.